ഹലോ ഹായ് കൂട്ടുകാരെ, അപ്പം ഞാൻ ഇന്ന് പുതിയൊരു റെസിപ്പിയായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തക്കാളിക്കറിയാണ് കേട്ടോ. സിമ്പിളുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അറിഞ്ഞുകൂടാത്തവരാണ്, എങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് പിന്നെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി, സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കുറച്ച് നമ്മളെ മെയിൻ സാധനം കറിവേപ്പില. അപ്പോൾ അതോടിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ടങ്ങ് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് പിന്നെ പൊടികളും കൂടെ ചേർക്കുന്നുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ചേ ചേർക്കുന്നുള്ളൂ, കുറച്ച് മഞ്ഞൾപ്പൊടി, എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ട് തിളയ്ക്കുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി തക്കാളിക്കറിയാണ്, നല്ല ടേസ്റ്റാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ തക്കാളിക്കറി ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ വിചാരിച്ചു നിങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താമല്ലോ എന്ന്. ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നതില്ല, പാചകം അങ്ങനെ തന്നെയാണല്ലോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കൊന്ന് വേവിക്കാം. അപ്പം നല്ല ചെറിയ തീയിൽ വേവിച്ചാൽ മതി, കാരണം ഇതൊന്നും അധികം വേവില്ലാത്ത സാധനങ്ങളല്ലേ. ഒത്തിരി തീയിട്ടങ്ങ് തിളപ്പിച്ചെടുക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പം നന്നായിട്ടടിച്ച് അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളിക്കനുസരിച്ചുള്ള തേങ്ങ മതി കേട്ടോ. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് പറയാം. അപ്പോഴത്തേക്ക് നമ്മൾ കടുക് വറുക്കാനും അരിഞ്ഞു വെച്ചപ്പോൾ നല്ല വെന്ത് പറ്റി വന്നപ്പോൾ തേങ്ങ അരച്ചത് ചേർത്തോട്ടോ. ഇപ്പോൾ ഈ തേങ്ങ അരച്ച അരപ്പൊഴിക്കുമ്പം തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ അരപ്പ് പെട്ടെന്നങ്ങ് വെന്ത് ഇതാവും. നമ്മൾ വെള്ളം ഒഴിക്കുമ്പം, പച്ചവെള്ളം ഒഴിക്കുമ്പം ഈ തക്കാളിയായിട്ട് വെന്ത് ചേരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇതാണ് ടേസ്റ്റ്. അപ്പോഴിതാ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരണം ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി ചേർക്കാൻ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോഴിതാ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. കാരണം വറ്റി വരുമ്പം നന്നായിട്ടങ്ങ് കുറുകുമല്ലോ, നമ്മൾ തേങ്ങയല്ലേ ചേർത്തേക്കുന്നത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. അതിൻ്റെ പുളിയും ഉപ്പും എരിവും എല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു മണവും ഉണ്ട് കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ അറിഞ്ഞൂടാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ തക്കാളിക്കറി അടിപൊളിയായിരുന്നു. അപ്പം പിന്നെ നമുക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതിനകത്ത് കടുക് മാത്രമേ ഇടുന്നുള്ളൂ, ഉലുവ ചേർക്കുന്നില്ല. പിന്നെ മുളകിട്ട് ഉള്ളിയിട്ട് കടുക് വറുക്കുന്നത് എല്ലാവർക്കും അറിയാം, എങ്കിലും കണ്ടോളൂ. കറിവേപ്പില ഇട്ടിട്ട് നമുക്കിനി നമ്മുടെ അരപ്പിനകത്ത് നല്ല വെന്ത് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഒഴിച്ചിട്ട് അങ്ങ് അടച്ച് വെക്കാം കേട്ടോ. ഒരു മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചാൽ നല്ല മണം അതിൽ തന്നെ നിൽക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മൾ തക്കാളിക്കറിയായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്, എനിക്കും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. നാളെ നമുക്ക് പുതിയ വീഡിയോ വരാം. ഓക്കേ, ബൈ.